ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് നോക്കാം. സാധാരണ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ക്രീം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോണ ഐസ്ക്രീം പാല് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ സ്കൂളിലേക്ക് പഠിക്കുന്ന സമയത്ത് വെക്കേഷനൊക്കെ ആകുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐസ്ക്രീം ആയിരുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് നിങ്ങളുടെ വീട്ടിലെ ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ ഒരു ഐസ്ക്രീമാണിത്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് പാലെടുക്കുമ്പോൾ 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് വേണം. പിന്നെ വേണ്ടത് മുട്ടയാണ്. അതിന് വേണ്ടിയിട്ട് 1 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ വേണം. കോൺഫ്ലവർ 1/4 ടീസ്പൂൺ വേണം. പിന്നെ വാനില എസൻസ് വേണം. വാനില എസൻസ് 1 ടീസ്പൂൺ വേണം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ വേണം. ഇതിലേക്ക് നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർക്കണേനും അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ ഐസ്ക്രീം ആക്കാന്ന്. ഈ ഐസ്ക്രീമിലേക്കുള്ള മിക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പാല് ചേർക്കാം. 1 മുട്ട ചേർക്കാം. 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർക്കാം. കാൽ ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഈ കോൺഫ്ലവർ ചേർക്കുന്നത് ഐസ്ക്രീം ചെറുതായിട്ടൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. ആ കോൺഫ്ലവർ ചേർക്കുമ്പോൾ കൂടുതൽ ചേർക്കരുത്. 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് 1 ടീസ്പൂൺ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് അടിച്ചെടുക്കുമ്പോൾ ഒരു 2 മിനിറ്റ് ഇട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇത് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇത് ഒഴിക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ തിളയ്ക്കണ വരെ നിർത്താതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇതിങ്ങനെ തിളച്ച് വന്നു കഴിയുമ്പോൾ ഈ ഐസ്ക്രീം ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വയ്ക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് ഇത് ഒഴിക്കുക. ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് അടിച്ചാൽ മതി. ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ആ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ക്രീം പോലെ ആവും. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കുക. ഒഴിക്കുമ്പോൾ ഇങ്ങനെ പതുക്കെ ഒന്ന് പൊന്തിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും. സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വയ്ക്കുക. ഈ ഐസ്ക്രീം പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് നിങ്ങൾ എടുത്തിട്ട് ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ച് വെക്കണം. അപ്പോൾ ഐസ്ക്രീം നല്ല സ്മൂത്തായിട്ട് വരും. ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വയ്ക്കുക. അപ്പോൾ ഐസ്ക്രീം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സ്കൂപ്പ് ചെയ്തെടുക്കുക. ഇതേപോലത്തെ സ്കൂപ്പർ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് സ്കൂപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ സാധാരണ സ്പൂണും കൊണ്ട് എടുത്താലും മതി. ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.